അതുപോലെ വ്യാഴാഴ്ച രാത്രിയിൽ എനിക്ക് മാതാവ് ഒരു സൂചന തന്നിരുന്നു, റിസൾട്ട് വരും. ഞാൻ അന്ന് രാത്രിയിൽ മാതാവിനോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ 33 പ്രാവശ്യം എൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങളെല്ലാം കഴിയുന്നിടം വരെ ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 33 തവണ ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ ഒരു ബൈബിൾ വചനം ഞാൻ ഇപ്പോഴും ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നത്, ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്ന് നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടി ഉണ്ടായിരിക്കും എന്ന് ജോഷുവ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 1:9 എപ്പോഴും ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയാക്കി എന്നെയും മാറ്റണേ, മാതാവ് എന്നെ കയ്യിലെടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് പൂർണ്ണമായി വിശ്വാസം ഈ IELTS പാസ്സാകുന്നതിലൂടെ മനസ്സിലാക്കി തരണേ എന്ന് ഞാൻ പൂർണ്ണമായിട്ടും പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, ഇതൊന്നും അല്ല, ഇതിലും കൂടുതൽ അനുഗ്രഹങ്ങളുണ്ട്. ഇപ്പോഴത്തെ സമയ ചുരുക്കം കാരണം ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു.